ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയുള്ളതെന്ന് അറിയാമോ? നമ്മൾ ഇന്നുള്ളത് പുന്നമട ഫിനിഷിംഗ് പോയിൻ്റാണ്. അതായത് നമ്മുടെ ആലപ്പുഴയിലെ വള്ളംകളി സീസണൊക്കെ ഏകദേശം തീർന്നെന്നാണ് പുറത്തുള്ള ആൾക്കാരുടെയൊക്കെ ഒരു വിചാരം. പക്ഷേ വള്ളംകളി സീസൺ ഇവിടെ തീരുന്നില്ല, ഇവിടെ തുടങ്ങുകയാണ്. അതായത് നെഹ്റു ട്രോഫി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-16 ദിവസമായി. അപ്പം ഇനി തൊട്ടാണ് ചാമ്പ്യൻസ് ബോർഡ് ലീഗ് തുടങ്ങുന്നത്. അതായത് കേരളത്തിൽ ഒരു 4ഓളം ജില്ലയിൽ നിന്ന് ഏകദേശം അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല സ്പോട്ടിൽ 12 കളികൾ, അതായത് 12 ഈവൻ്റായിട്ട് നമ്മുടെ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് നടക്കുകയാണ്. അപ്പം അതെന്താണ് ചാമ്പ്യൻസ് ബോർഡ് ലീഗ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇത്. CBL എന്താണ് ചാമ്പ്യൻസ് ബോർഡ് ലീഗ് എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇതിപ്പം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, എനിക്കൊന്ന് ആലപ്പുഴയിലുള്ള മിക്ക ആൾക്കാർക്കും അറിയാം എന്താണ് ചാമ്പ്യൻസ് ബോർഡ് ലീഗ്. ഇതറിയാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ. 2018 കേരള ഗവൺമെൻറ് CBL എന്നൊരു ആശയം കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്നേക്ക് ബോട്ട്, അതായത് ചുണ്ടൻ വള്ളങ്ങളിൽ പല പല സ്ഥലത്ത് കോമ്പറ്റീഷൻ നടത്തി അതിലൂടെ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു പരിപാടിയാണ് ഈ CBL. 2018 ഇത് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ 2018 പ്രളയം വന്നുകൊണ്ട് അന്ന് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം 2019 നെഹ്റു ട്രോഫി ഓടെയാണ് 2019 CBL, അതായത് ആദ്യത്തെ സീസൺ തുടങ്ങുന്നത്. അന്ന് നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഇപ്പം 2019 തുടങ്ങി. അപ്പോൾ 2020 കോവിഡ് വന്നു, 2021 കോവിഡ് വന്നു, പിന്നെ 19 ശേഷം 22 കോമ്പറ്റീഷൻ നടന്നത്, പിന്നെ 23, 24, ഇപ്പോൾ 2025. അപ്പം അതായത് വർഷങ്ങൾ മാറി വരുന്നതിൻ്റെ ഒരുപാട് നല്ല ടീംസ് കളിക്കാൻ തുടങ്ങി. വർഷവും നമ്മുടെ CBLൻ്റെ വർഷം തോറും, അതായത് CBLൻ്റെ കോമ്പറ്റീഷൻ ടൈറ്റാകാൻ തുടങ്ങി. ഒരുപാട് പ്രൊഫഷണൽസ്, അതായത് നമ്മൾ പണ്ടുണ്ടായിരുന്ന വള്ളംകളി പോലെയൊന്നുമല്ല ഇപ്പോഴത്തുള്ള വള്ളംകളി. ഇപ്പോഴത്തെ വള്ളംകളി പക്ക പ്രൊഫഷണലാണ്. അതായത് ഈ വർഷത്തെ നെഹ്റു ട്രോഫിയോടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ലോക നിലവാരം എത്തി നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു, അതായത് കോമ്പറ്റീഷൻ ലോക നിലവാരം. അതായത് ലോകത്തിൻ്റെ കണ്ണ് മുഴുവൻ ഓഗസ്റ്റ് 30 നെഹ്റു ട്രോഫി ആലപ്പുഴയിലായിരുന്നു. അപ്പം നമ്മുടെ ഈ സ്നേക്ക് ബോട്ട് റേസ് ഇപ്പോൾ ലോകം മുഴുവൻ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുക. അതൊരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയാണ് CBL ക്വാളിഫൈ എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നെഹ്റു ട്രോഫിയിലെ ആദ്യത്തെ 9 സ്ഥാനക്കാരാണ് CBLിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. അതായത് ഈ വർഷത്തെ CBL ക്വാളിഫൈ ചെയ്തുള്ള ടീമും ക്ലബ്ബും, അതായത് വള്ളവും ക്ലബ്ബും ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ചാമ്പ്യന്മാരായ വിയ്യപുരം ചുണ്ടൻ തുഴയുന്നത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി. രണ്ടാമത്തേത് പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ. മൂന്നാമത്തേത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മേൽപ്പാടം ചുണ്ടൻ. നാലാമത്തേത് നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ. പായ്പാടം തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. നടുവിലെ പറമ്പം തുഴയുന്നത് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം. പിന്നെ അടുത്ത ഏഴാമത്തെ, ഇപ്പം എത്ര ആറായില്ലേ, ഇനി അടുത്ത ഏഴാമത്തേത് കാരിച്ചാൽ ചുണ്ടൻ തുഴയുന്ന നമ്മുടെ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്. കാരിച്ചാലിന് പ്രത്യേകത ഉണ്ട്. കാരിച്ചാലാണ് നിലവിലത്തെ ചാമ്പ്യൻസ് ബോർഡ് ലീഗിൻ്റെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. ഓക്കെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കഴിഞ്ഞ വർഷം തുഴഞ്ഞത്. അടുത്തതുള്ളത് ഇനി 8ാമത്തെ ക്ലബ്ബാണ് നമ്മുടെ ചെറുതന ചുണ്ടൻ തുഴയുന്നത് തെക്കേക്കര ബോട്ട് ക്ലബ്ബ്. 9ാമത് തുഴയുന്നത് നമ്മുടെ ചമ്പക്കുളം, അതായത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഇവരൊക്കെയാണ് ഈ 12 സ്ഥലങ്ങളിൽ കളിക്കുന്നത്. അതായത് ഈ ലീഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് മിക്ക കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനൊരു ലീഗ് ഇവിടെ നടപ്പുണ്ട്. നമ്മൾ ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലീഗ് നടക്കുന്നത്. ഓൾമോസ്റ്റ് ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല ഇങ്ങനത്തെ ഒരു പരിപാടി കേരളത്തിൽ നടപ്പുണ്ടെന്ന്. അപ്പം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ നമ്മൾ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അതിലൂടെ നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പം ഈ 12 സ്ഥലം ഏതൊക്കെയാണെന്ന്, സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പുന്നമടയായിരുന്നു. പുന്നമടയിൽ കഴിഞ്ഞു. രണ്ടാമത്തേതെന്ന് പറയുന്നത് കൈനകരി. മൂന്നാമത്തേത് നമ്മുടെ പിറവം. നാലാമത്തേത് നമ്മുടെ മറൈൻ ഡ്രൈവ്. അഞ്ചാമത്തേത് തൃശ്ശൂർ കോട്ടപ്പുറം. ആറാമത്തേത് നമ്മുടെ കരുവാറ്റ, കൊടിങ്കുന്ന്. അങ്ങനെ പോവുകയാണ് 12 സ്ഥലം. ഞാൻ 12 സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് ഏതാണ് ഡേറ്റ്സ് എന്ന് വരുന്നത്. അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇത് കാണുന്നത് ഏത് ജില്ലയിലുള്ള ആൾക്കാർ അറിയത്തില്ല. അപ്പം നിങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക എന്താണ് നമ്മുടെ CBLിലെ പരിപാടി എന്തെന്ന്. അതായത് 9 ടീമേ കളിക്കാനുള്ളൂ. അതായത് അപ്പം നമുക്ക് പെട്ടെന്ന് 3 ഹീറ്റ്സിൽ ആദ്യത്തെ ബെസ്റ്റ് ടൈമുള്ള ആൾക്കാരാണോ, അതായത് ആ 3 പേര്, അതായത് ഒരു ഹീറ്റ്സിൽ 3 പേര് വെച്ച് അങ്ങനെ 3 കളികൾ. അങ്ങനെ അത് കഴിയുമ്പോൾ അതിനകത്ത് ബെസ്റ്റ് ടൈം ഏതാണോ ഉള്ള 3 ടീം, അതായത് ബെസ്റ്റ് ടൈമുള്ള 3 ടീമിനെ ഡയറക്റ്റ് ഫൈനലിലോട്ട് ക്വാളിഫൈ ചെയ്യും. ബാക്കി എല്ലാവരും ലൂസേഴ്സ് ഫൈനൽ കളിക്കും. പെട്ടെന്ന് കളി തീരും. നെഹ്റു ട്രോഫി പോലെ ലാഗില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ കൊച്ചു വള്ളങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ വെപ്പ് A ഗ്രേഡ് B ഗ്രേഡ് അങ്ങനെയുള്ള വള്ളങ്ങളൊന്നുമില്ല. കൂടുതലും ചുണ്ടൻ വള്ളങ്ങളായിരിക്കും. പിന്നെ അതേപോലെ വൈബായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു CBL നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് അറ്റൻഡ് ചെയ്തു. ഭയങ്കര
നമുക്ക് പറയാനുള്ളത് സി ബി എല്ലിലെ ചാമ്പ്യന്മാരാരാണെന്ന്. അതായത് ഇത്ര വർഷം, അതായത് 4 വർഷമായിട്ട് സി ബി എൽ നടക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ ചാമ്പ്യൻ, ഏതൊക്കെ ക്ലബ്ബാണ്, ഏതൊക്കെ ചുണ്ടനാണ് അവിടെ പരിപാടി നടത്തിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ജയിച്ചതെന്നുള്ള ഒരു ചെറിയൊരു ഹിസ്റ്ററി. അപ്പം നമുക്ക് ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് 2019 നടുഭാഗം ചുണ്ടൻ പള്ളാത്തുരുത്തിയിലാണ് കളിച്ചത്. അപ്പം നടുഭാഗം ചുണ്ടൻ ആ 12 കളിയിൽ 11 കളിയിലും ജയിച്ചിട്ടാണ്. അതായത് മറൈൻ ഡ്രൈവിൽ മാത്രമാണ് അവർ ചമ്പക്കുളം, അതായത് അന്ന് UBC തുടങ്ങി ചമ്പക്കുളത്തിൽ മാത്രമാണ് അവർ തോറ്റുപോയത്. ബാക്കി 11 കളിയിലും അതിൻ്റെ റെക്കോർഡ് ഇതുവരെയായിട്ടും ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം നടുഭാഗം പ്ലസ് പള്ളാത്തുരുത്തി ക്ലബ് അതൊരു ഡെഡ്ലി കോംബോ ആയിരുന്നു. അതായത് നടുഭാഗം ചുണ്ടൻ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചുണ്ടനാണ്. നടുഭാഗവും പള്ളാത്തുരുത്തി അതിൻ്റെ ഫേവറേറ്റ് ക്ലബ്ബാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയുള്ളൊരു കോംബോ അത് 2019 അത് ഇന്നും വേറൊരു ക്ലബ്ബിന് അങ്ങനത്തെ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക പറയുന്നത് സ്വപ്നമായിട്ടിരിക്കും. അതിനി എപ്പോൾ ബ്രേക്ക് ആവുമെന്ന് എനിക്കറിയത്തില്ല. 12 കളിയിൽ നിന്ന് 11 കളിയും ജയിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി നിലവിൽ. അല്ലെങ്കിൽ ഇനി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും നടുഭാഗവും പള്ളാത്തുരുത്തിയും കൂടെ ഒരു കോംബോ വരണം. അതിനി വരുമോ എന്ന് എനിക്കറിയില്ല. സപ്പോസ് ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 12 ജയിക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ജയിക്കാൻ പറ്റും. പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഒരുപാട് ക്ലബ്ബും കൂടെ വന്നുകൊണ്ട് ടൈറ്റ് ആയിരിക്കും. പക്ഷേ 2019 കഴിഞ്ഞു. പിന്നെ അടുത്ത കളി വരുന്നത് 2020 21, 22 വന്നത്. 20-ലും 21-ലും കോഡ് കാരണം നമ്മുടെ CBL മാറ്റിവെച്ചു. പിന്നെ 22-ൽ പള്ളാത്തുരുത്തി വരുന്നത് കാട്ടിത്തെക്കേതിലാണ്. അപ്പോൾ കാട്ടിത്തെക്കേതിൽ ആ വർഷവും കപ്പടിക്കുന്നത് CBL കാട്ടിത്തെക്കേതാണ്. അപ്പോൾ അന്നും പള്ളാത്തുരുത്തി തന്നെയാണ് കപ്പടിച്ചത്. പക്ഷേ അന്നും പള്ളാത്തുരുത്തിക്ക് എതിരായിട്ട് വന്നത് NCDC ബോട്ട് ക്ലബ്ബാണ്. അതായത് നമ്മുടെ കുമരകത്തെ NCDC ബോട്ട് ക്ലബ്ബാണ് സെക്കൻഡ് ആയിട്ടുള്ളത്. അവർ അതായത് പള്ളാത്തുരുത്തിക്ക് ഒരു നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത 2023-ൽ പള്ളാത്തുരുത്തി വള്ളം മാറി നേരെ വരുന്നത് വീയപുരം ചുണ്ടനാണ്, വീരൂലും അവർക്ക് അന്ന് ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തത് നമ്മുടെ UBC കൈനീർ കഴിഞ്ഞ നടുഭാഗത്തിലാണ്. അവരാണ് നല്ല ടൈറ്റ്. പിന്നെ അതിനുശേഷം 2024-ൽ പള്ളാത്തുരുത്തി കപ്പടിച്ചത് കാരിച്ചാലിലാണ്. അപ്പം അന്ന് അവർക്ക് ടൈറ്റ് കൊടുത്തത് BBC കൈനേരിയാണ്. അന്ന് BBC കൈനേരി തുഴഞ്ഞത് നമ്മുടെ വീയപുരം ചുണ്ടലിലാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും പള്ളാത്തുരുത്തിക്ക് എതിരായിട്ട് വരുന്നത് ഒരു ക്ലബ്ബല്ല. ഓരോ വർഷവും ക്ലബ്ബ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ പള്ളാത്തുരുത്തിക്ക് അന്നും എന്നും എതിരായിട്ടുള്ള ഒരു ഒറ്റ ക്ലബ്ബല്ല. ചുണ്ടൻവള്ളം നടുഭാഗം ചുണ്ടൻ 2024-ൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു നടുഭാഗത്തിന് അങ്ങനെ നല്ല പോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോട്ടയം താഴ്ത്തങ്ങാട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു അവരൊരു നല്ലൊരു, അതായത് വള്ളത്തിന് ആ കഴിഞ്ഞ ഒരു 2024 KTBC ആയിട്ടുള്ളൊരു കോംബോയിൽ അവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. അതായത് 3 വർഷവും പള്ളാത്തുരുത്തിക്കെതിരെ കളിച്ചത് നടുഭാഗം ചുണ്ടനാണ്. അതായത് പള്ളാത്തുരുത്തിയിലെ വരുൺ ശർമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ CBL ആദ്യം എത്തിയിരിക്കുന്നത് നടുഭാഗം ചുണ്ടനാണ്. സോ അത്രയ്ക്ക് സ്പെഷ്യലാണ്. CBL എത്തുമ്പോൾ നടുഭാഗം ചുണ്ടൻ ഇച്ചിരി പ്രാന്താണ്. നടുഭാഗം ചുണ്ടൻ ഇച്ചിരി ഈ വർഷത്തെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതായത് ഈ വർഷം കപ്പടിക്കണമെന്ന് വീയപുരത്തിനുണ്ട്. അതേപോലെ തന്നെ നടുഭാഗം പുന്നമടയായിട്ട് വരുന്നുണ്ട്. നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കളിയാണ് ഇവിടെ നെഹ്റു ട്രോഫി കളിച്ചത്. പിന്നെ പള്ളാത്തുരുത്തിക്ക് അവരുടെ കപ്പ് നിലനിർത്തണം. അവർ ഈ വർഷം കൂടെ അടിച്ച അഞ്ചാമത്തെ CBL വരുന്നത്. പക്ഷേ എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം എല്ലാവരും, അതായത് മറ്റന്നാളാണ് നമ്മുടെ കൈനേരി, അതായത് വള്ളംകളിയിലെ മക്ക എന്നറിയപ്പെടുന്ന കൈനേരി വെച്ചാണ് കളി നടക്കാൻ പോകുന്നത്. അന്ന് പൊളിയായിരിക്കും. അന്ന് UBC ക്വാളിഫൈ ചെയ്തിട്ടില്ല. അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അത് ഞാൻ പിന്നെ സംസാരിക്കുന്നുമില്ല. അപ്പം നല്ലൊരു കളിയായിരിക്കും 2025-ൽ നമ്മുടെ കൈനേരിയിൽ നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ്. വള്ളംകളി പ്രേമികളെല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് എന്തായാലും വള്ളംകളി, അതായത് ഈ വെള്ളിയാഴ്ച നമുക്ക് CBL കോമ്പറ്റീഷനിൽ കൈനേരി കാണാം. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് CBLനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ ഡേറ്റ്സിലാണ് കളി നടക്കുന്നതിൻ്റെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇതൊക്കെയായിരുന്നു CBL. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വള്ളംകളി ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് CBL, എന്താണ് ഇവിടെ പരിപാടി നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ള ഫ്രണ്ട്സിന് ഇപ്പം വള്ളംകളിക്ക് നെഹ്റു ട്രോഫിക്ക് വരാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ലിങ്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്കത് ഷെയർ ചെയ്യുവാണെങ്കിൽ അവർക്കത് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് നോക്കിയിട്ട് ഏതാണോ സ്പോട്ട് നോക്കിയിട്ട്, ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ മറൈൻ ഡ്രൈവിലുണ്ട്, പിറവത്തുണ്ട്, തൃശ്ശൂരാണെങ്കിൽ കോട്ടപ്പുറത്തുണ്ട് CBL കളി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഈ ചാനൽ തുടങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ഫെസ്റ്റിവലെങ്കിലും ഈ വർഷത്തോടെ കവർ ചെയ്തിട്ട് എനിക്കൊരു ഓൾ ഇന്ത്യ, അതായത് ഇന്ത്യ മുഴുവനുള്ള ഫെസ്റ്റിവൽ മുഴുവൻ കവർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്യും. ചാനലൊന്നും ഉടനെ ഒന്നും നിർത്തത്തില്ല. ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യും. എനിക്കറിയത്തില്ല എത്ര നാളിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ CBL എനിക്ക് എല്ലാ ദിവസവും എല്ലാ കളിയും കവർ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പരമാവധി എല്ലാ കളി അറ്റൻഡ് ചെയ്യാൻ നോക്കും. പരിപാടീസ് എല്ലാം കഴിഞ്ഞു. അപ്പം മറ്റൊരു വൈബ് വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ വിച്ചൂട്ടി. അപ്പം ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.